ഇനി മണി സർക്കുലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് സ്ലൈഡിലെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കേഷൻ. അതെന്തായിരുന്നു? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസിനും അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ സേഫ് ആയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലിനെയാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ബാങ്കിനേക്കാൾ നമുക്കൊരു ഹയർ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ ലഭിക്കുമെന്നതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ആ സ്കീമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? പെൻഷൻ സ്കീമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ പെൻഷൻ സ്കീമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഓക്കെ അല്ലേ? റീസെന്റ് ഡേയ്സിൽ ഗവൺമെന്റ് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. എയ്തർ ബഡ്ജറ്റ് അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സിൽ അത് കവേർഡ് ആവൂടാ. ഞാൻ ജസ്റ്റ് ആ ടൈം അവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ, ഇതിന്റെ പേര് തന്നെ നമുക്ക് കിട്ടും. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ, കറൻസി ഡിവൈഡഡ് ബൈ റേഷ്യോ. എക്കണോമിയിലുള്ള മണി എന്ന് പറയുന്നത് 2 ഫോർമാറ്റിലാണ് ഇരിക്കുന്നുണ്ടാവുക. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് കറൻസി ആയിട്ട് കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ കറൻസി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവും? ബാങ്കിലുണ്ടാവും. ഈ ഒരു ടൈമിന്റെ റെലവൻസ് ഡെപ്പോസിറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മണിയാണ് എക്കണോമിയിൽ ഫ്ലോ ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. ഇതിന് നമ്മൾ CDR എന്ന് എഴുതും. ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതാണെങ്കിൽ കറൻസി ഡിവൈഡഡ് ബൈ ഡെപ്പോസിറ്റ്. ഓക്കെ അല്ലേ? എപ്പോഴാണ് ഈ ടൈമിന്റെ റെലവൻസ് വരുന്നത് എന്ന് കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരാന്ന് വിചാരിക്കും. ഓണം, വിഷു, അല്ലെങ്കിൽ ഹോളി, ദീപാവലി, ഇത്തരത്തിലുള്ള ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരുമ്പോൾ യൂഷ്വലി നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്താണ് സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യുക അല്ലെ? നമ്മൾ കുറെ ഗുഡ്സ് അല്ലെങ്കിൽ കൊമോഡിറ്റീസ്, അല്ലെങ്കിൽ ന്യൂ ഇയർ, അതേപോലെ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ എന്ത് നടക്കാറുണ്ട്? സെയില് നടക്കാറുണ്ട് അല്ലെ? സെയില് നടക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഓഫേഴ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കിട്ടും. ഒബ്വിയസ്ലി ഒരു വർഷത്തിലെ മറ്റു മാസങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ആ ടൈമിൽ നിങ്ങൾ കൂടുതൽ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ പ്രൊഡക്ട്സ് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം അല്ലെ? ക്യാഷ് എങ്ങനെയാണ്? നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ കറൻസി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിലെ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള കറൻസിയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ പൈസ നോക്കിയ മക്കളെ, ടോട്ടൽ പൈസ എന്ന് പറയുന്നത് 1000 രൂപയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത്, ബൈ ഹാൻഡ് കയ്യിലുള്ളത് 200 രൂപയാണ്. ബാങ്കിലുള്ള പൈസ എന്ന് പറയുന്നത് 800 രൂപയാണ്. ദിസ് ഈസ് ദി നോർമൽ സിറ്റുവേഷൻ. സോ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ CDR കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരാ? 200 ഡിവൈഡഡ് ബൈ 800. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 25%. ഇതുവരെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഏതെങ്കിലും ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നമുക്ക് കൂടുതൽ എക്സ്പെൻഡിച്ചേഴ്സ് വരും. ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യും അല്ലെ? നിങ്ങൾ ഒരു 600 രൂപ ചെലവിന് വേണ്ടി വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കും. രണ്ട് സൈഡിലെയും പുതിയ ബാലൻസ് ഷീറ്റ് ഇപ്പൊ എത്ര വരാ? ബൈ ഹാൻഡ് 800 ആയിട്ട് മാറും, ബാങ്കിലെ ഡെപ്പോസിറ്റ് 200 ആയിട്ട് മാറും. CDR ഇപ്പൊ എത്ര വരാ? 800 ഡിവൈഡഡ് ബൈ 200. എന്താണ് ഈ CDR റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൗ മച്ച് മണി ഈസ് ഫ്ലോയിങ് ഇൻ എൻ എക്കണോമി. ഫെസ്റ്റീവ് സീസൺ ആണെങ്കിൽ ഒബ്വിയസ്ലി മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. നോർമൽ ടൈം ആണെങ്കിൽ മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ റെലവൻസ്. എന്തിനാണ് CDR കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്കണോമിയിലെ മണി സപ്ലൈയുടെ ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പാരാമീറ്റർ മാത്രമാണ് CDR. ഓക്കെ, ഈ മണി മൾട്ടിപ്ലയർ ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് വളരെ 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 കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതിൽ UPSCക്ക് ആവശ്യമുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷൻ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു 1000 രൂപ പുതിയത് പ്രിന്റ് ചെയ്യാന്ന് വിചാരിക്കുക. എത്ര പ്രിന്റ് ചെയ്യുന്നത്? 1000 രൂപ. ഓക്കെ ആണല്ലോ? ഈ 1000 രൂപ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ത്രൂ എന്താണ്? ട്രഡീഷണൽ ബാങ്ക്സിലൂടെയാണ് അല്ലെ? അപ്പൊ RBI ഒരു 1000 രൂപ എക്കണോമിയിൽ പുതുതായിട്ട് പ്രിന്റ് ചെയ്തു. അത് ആർക്ക് കൊടുത്തു? ബാങ്ക്സിലൂടെ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. ആ ബാങ്ക് ഒബ്വിയസ്ലി കയ്യിൽ വെക്കില്ലല്ലോ. അതെന്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക?
ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും. ലോണായിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്തു? ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്തു. മണി ഫ്ലോ ക്ലിയർ അല്ലേ? റിസർവ് ബാങ്ക് ഒരു 1000 രൂപയുടെ അഡീഷണൽ കറൻസി പ്രിന്റ് ചെയ്തു. റിസർവ് ബാങ്കിൽ നിന്ന് ആ പൈസ എവിടെ എത്തി? ഇപ്പോ ബാങ്കിലെത്തി. ബാങ്കിൽ നിന്ന് ഇപ്പൊ ആ പൈസ ആരിലേക്ക് എത്തി? ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് എത്തി. ടാറ്റ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പേ ചെയ്യണം? ഫാക്ടർ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെന്റ് ചെയ്യണം അല്ലെ? അപ്പൊ ഫാക്ടർ പേയ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഇൻഡിവിജ്വൽസിലേക്ക് ഈ ₹1000 എത്തും. ഇതുവരെ ബുദ്ധിമുട്ടുണ്ടോ? ഈ ₹1000 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിലേക്ക് എത്തും. ഇൻഡിവിജ്വൽസ് ഈ 1000 എന്താണ് ചെയ്യുക? മേ ബി ഒരു 400 അവരെന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ ചെയ്യും. ബാക്കി 600 അവരെന്താ ചെയ്യുക? സേവ് ചെയ്യും. സേവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് അഗൈൻ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? ബാങ്കിലേക്ക് എത്തും. ബാങ്ക് അഗൈൻ ഇത് ആർക്ക് കൊടുക്കും? വേറൊരാൾക്ക് ലോൺ കൊടുക്കും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഈ ഒരു ₹1000 RBI പ്രിന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലൂടെ സെയിം പൈസ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ എത്ര ടൈംസ് ആണ് ഒരു പൈസ ഫ്ലോ ചെയ്യുന്നത്? ആ ഫ്ലോ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? മണി മൾട്ടിപ്ലയർ. ഇതിൽ നിന്ന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹൗ ക്യാൻ വി ഇൻക്രീസ് മണി മൾട്ടിപ്ലയർ ഇൻ എൻ എക്കണോമി? ഞാനൊരു ഉത്തരവ് അതിന് പറഞ്ഞു തരാം. ഇൻക്രീസിങ് ദി ബാങ്കിങ് ആക്ടിവിറ്റി ഇൻ എൻ എക്കണോമി. എന്തായിരിക്കും കാരണം? ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർമീഡിയറി ആണ്. അയാൾ എന്ത് ചെയ്യും? എക്സസ് ക്യാപിറ്റൽ എടുത്ത് ബാക്കിയുള്ള ആളുകളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ പൈസ വേറെ ആളുകളിലൂടെ വീണ്ടും ബാങ്കിലേക്ക് എത്തും. ഒരേ ₹1000 തന്നെയാണ് ഇവിടെ ബാങ്ക് ടാറ്റയ്ക്ക് കൊടുക്കുന്നതും ടാറ്റ ഫാക്ടർ പേയ്മെന്റ് ചെയ്യുന്നതും ഇൻഡിവിജ്വൽ അത് സ്പെൻഡ് ചെയ്യുന്നതും അത് വീണ്ടും ബാങ്കിലേക്ക് വരുന്നതും ആ ബാങ്ക് വീണ്ടും ലോൺ കൊടുക്കും. എഗൈൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഒരു പുതിയൊരു കറൻസി എക്കണോമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് എത്ര ടൈംസ് ആണ് അതിന്റെ ഫ്ലോ നടക്കുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് മണി മൾട്ടിപ്ലയർ. ഐഡിയ കിട്ടിയ? വളരെ കോംപ്ലക്സ് ആണ്, നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് വി ഇൻക്രീസ് ദി മോണിറ്ററി ബേസ് ബൈ Rs 1000, ഒരു 1000 രൂപ RBI അഡീഷണൽ പ്രിന്റ് ചെയ്താൽ ആൻഡ് ടോട്ടൽ മണി സപ്ലൈ ഇൻക്രീസസ് ബൈ Rs 5000, ദി മണി മൾട്ടിപ്ലയർ ഈസ് 5. ഇവിടെ ടോട്ടൽ മണി സപ്ലൈ എത്ര ഉണ്ടായേ? 1000 ആണ് പ്രിന്റ് ചെയ്തത് അല്ലെ? ബാങ്കിലേക്ക് എത്തിയ ഒരു 1000 കണക്ക് പ്രകാരം നിങ്ങൾ പറയും. ബാങ്കിലേക്ക് എത്തിയ ഒരു 1000 പ്ലസ് ടാറ്റയിലേക്ക് എത്തിയ ഒരു 1000 2000, ഇൻഡിവിജ്വൽസിലേക്ക് എത്തിയ ഒരു 1000 3000. ഇൻഡിവിജ്വൽസ് അത് 2 തരത്തിൽ സ്പെൻഡ് ചെയ്തു 4000 പ്ലസ് ബാങ്കിലേക്ക് ഒരു 600 എത്തി 4600. ഒരേ പൈസ തന്നെയല്ല ഇവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഹൗ മെനി ടൈംസ് we are using the same money again and again, which is called money multiplier. ഇവിടെ പ്രിലിമിനറിക്ക് വേണ്ട ഒരേ ഒരു പോയിന്റ്, how we can we improve money multiplier in an economy? എന്താണ്? ഇൻക്രീസിങ് ബാങ്കിങ് ആക്ടിവിറ്റി. എന്തായിരിക്കും കാരണം? ബാങ്കിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇത് ബ്രേക്ക് ചെയ്തു. ടാറ്റ അത് എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റും ചെയ്യുന്നില്ല, പ്രൊഡക്ഷനും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ആ ₹1000 അവിടെ ഐഡിയൽ ആയിട്ടല്ലേ ഇരിക്കുന്നത്? നെക്സ്റ്റ് സിറ്റുവേഷൻ, ഈ ഇൻഡിവിജ്വൽ 400 രൂപ സ്പെൻഡ് ചെയ്തു, 600 രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലോ? അയാളുടെ കയ്യിൽ തന്നെ വെച്ചാലോ? ഈ 600 രൂപ നമ്മുടെ എക്കണോമിന്ന് ലീക്ക് ആയില്ലേ? 600 രൂപ പിന്നെ എക്കണോമിയിലേക്ക് കയറുന്നില്ലല്ലോ. അപ്പൊ എപ്പോഴാണ് 600 രൂപ എക്കണോമിയിലേക്ക് കയറുന്നത്? അത് അടുത്ത സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ? അപ്പൊ ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് എ മണി? ഇൻക്രീസിങ് ബാങ്കിങ് ആക്ടിവിറ്റി. അതുകൊണ്ടാണ് ഗവൺമെന്റ് റൂറൽ ഏരിയാസ്, ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങാനുള്ള കാരണം? ആലോചിക്ക്, യൂസ് യുവർ കോമൺ സെൻസ്. പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ഗവൺമെന്റ് സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. ശരിയല്ലേ? എല്ലാ നാട്ടിന്റെയും ഗ്രാമപ്രദേശങ്ങളിലെ അറ്റത്ത് വരെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ത്? പോസ്റ്റ് ഓഫീസ്. ആ പോസ്റ്റ് ഓഫീസ് ഒരു സേവിങ് സ്കീം കൊണ്ടുവന്ന എന്താ അഡ്വാൻറ്റേജ്? ഈവൻ റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ വരെ സേവിങ്സ് അല്ലെങ്കിൽ മണി നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ബാങ്കിങ് ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബാങ്കിങ് ചാനലിലേക്ക് കൊണ്ടുവന്ന എന്താ അഡ്വാൻറ്റേജ് മക്കളെ? കുറെ പേര് എക്കണോമിയിൽ കറങ്ങുന്ന പൈസ കയ്യിൽ എടുത്തു വെച്ചു, പുറത്തേക്ക് റിലീസ് ചെയ്യുന്നില്ല. എന്താ സംഭവിക്കുക? എക്കണോമിയിലെ മണി സപ്ലൈ കുറയും.
ഓക്കെ ആണോ? പറയുന്ന പോലെ കണക്ട്. മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എക്കണോമിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്താ? കുറച്ച് മണിയാണ് ഒരുപാട് ഗുഡ്സിനെ ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും പുതിയ കറൻസി അടിക്കേണ്ടി വരും. ഓക്കെ ആണോ? ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി ഇഷ്യൂ ചെയ്ത് എക്കണോമിയിൽ എത്തിച്ചു. ആ സമയത്ത് എടുത്തു വെച്ച പൈസ എടുത്ത് എക്കണോമിയിൽ ഇട്ടാലോ എഗെയിൻ മണി സപ്ലൈ പ്രതീക്ഷിക്കാത്ത വിധം ഹയർ ആവും അല്ലെ? അപ്പൊ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ആളുകൾ പൈസ കയ്യിൽ എടുത്ത് വെക്കുന്നതിന് പകരം അതിനെ പതുക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാ? ബാങ്കിങ് സോഴ്സസിലേക്ക് കൊണ്ടുവരാ. ഇപ്പൊ ഒരേ പൈസ തന്നെ പല ഹാൻഡിലൂടെ കൈമാറി ഉപയോഗിക്കാൻ പറ്റും. പുതിയ കറൻസി പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യാനാണ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ടൈമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റെലവൻസ് ക്ലിയർ ആണ്, ഡെഫിനിഷൻ ക്ലിയർ ആണ്, എക്സാമ്പിൾ ക്ലിയർ ആണ്. ഇത്ര പഠിച്ചാൽ മതി കേട്ടോ. ചോദിക്കാറില്ല, വളരെ അപൂർവം കേസസിൽ മാത്രം ചോദിച്ചു കാണുന്ന ഒരു ടൈമാണ് കേട്ടോ. ലെറ്റ്സ് മൂവ് ടു ദി ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ചാപ്റ്ററിന്റെ ഡിസ്കഷൻ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യസ് ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ആളാണ് ദി റെഗുലേറ്റർ ഓഫ് ഇന്ത്യസ് ബാങ്കിങ് സിസ്റ്റം. ദി റെഗുലേറ്റർ ഓഫ് ഇന്ത്യസ് ബാങ്കിങ് സിസ്റ്റം ഓർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതിന്റെ കീഴെ വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്. വൈ വി ആർ യൂസിങ് ദി വേർഡ് കൊമേഴ്ഷ്യൽ? Any organization which are working towards a profit is called commercial, obviously അല്ലെ? എല്ലാ ബാങ്കുകളും വർക്ക് ചെയ്യുന്നത് നാട്ടുകാരെ നന്നാക്കാനൊന്നുമല്ലല്ലോ. അവര് ലോൺ കൊടുത്ത് ലോണിൽ നിന്ന് എമൗണ്ട് കിട്ടി അത് ഉപയോഗിച്ച് എന്ത് ഇമ്പ്രൂവ് ചെയ്യുക? അവരെ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, ശരിയല്ലേ? അതുകൊണ്ടാണ് ജനറലി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പേര് കൊടുക്കുന്നത്. സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ നമ്മൾ ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. വായിച്ച പേരുകള് സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും നോൺ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം വന്നത് ഒരു നിയമം പാസ്സാക്കിയിട്ടാ. ആ നിയമം അല്ലെങ്കിൽ ലെജിസ്ലേഷന്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. വർഷം അടക്കം ബൈഹാർട്ട് ചെയ്യാടാ. ബാങ്കിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, സെക്കൻഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്കൻഡ് സ്കെഡ്യൂളില് മെൻഷൻ ചെയ്യുന്ന കാറ്റഗറി ഓഫ് ബാങ്കിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? സ്കെഡ്യൂൾഡ് ബാങ്ക്. സിമിലർ ഒരു എക്സാമ്പിൾ പറയാലോ. ഇന്ത്യയിൽ സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ് ഉണ്ട്. എന്ത് സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ്? കോൺസ്റ്റിറ്റ്യൂഷനില് പല പല സ്കെഡ്യൂളുകളുണ്ട്. അതില് 8th സ്കെഡ്യൂളിന്റെ ഉള്ളില് മെൻഷൻ ചെയ്തിട്ടുള്ള 22 ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ് എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി 22 ലാംഗ്വേജസ് അല്ല. ഇന്ത്യ ഈസ് എ മൾട്ടി ലിംഗ്വിസ്റ്റിക് കൺട്രി അല്ലെ? ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ ബാക്കി ലാംഗ്വേജ് സ്കെഡ്യൂൾഡ് ലാംഗ്വേജ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 8th സ്കെഡ്യൂളില് മെൻഷൻ ചെയ്ത ലാംഗ്വേജ് എന്താണോ അതിന് മാത്രമാണ് സ്കെഡ്യൂൾഡ് ലാംഗ്വേജ് എന്ന് പറയാം. ബാക്കിയുള്ളത് നോൺ സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ്. സിമിലർ കൺസെപ്റ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ സ്കെഡ്യൂൾഡ് 2 മെൻഷൻ ചെയ്തിട്ടുള്ള കാറ്റഗറി ഓഫ് ബാങ്ക്സിനെ വിളിക്കുന്ന പേരാണ് സ്കെഡ്യൂൾഡ് ബാങ്ക്സ്. ബാക്കി ബാങ്ക്സിനെ വിളിക്കുന്ന പേരാണ് നോൺ സ്കെഡ്യൂൾഡ്. അപ്പൊ അത് കേട്ട് പരിചയമില്ലാത്തത് കൊണ്ട് കുറച്ച് എക്സാമ്പിൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് ഓഫ് നോൺ സ്കെഡ്യൂൾഡ് ബാങ്ക്സ്. പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ കുറച്ച് ബാങ്കുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അവിടെ കൊടുത്തതാണ് കേട്ടോ. ഇനി സ്കെഡ്യൂൾഡ് ബാങ്ക്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പല കാറ്റഗറി ഓഫ് ബാങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. എന്തായിരിക്കും? ഒരു ബാങ്കിലെ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് മോർ ദാൻ 50% ആണെങ്കിൽ, ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് മോർ ദാൻ 50% ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. The largest bank in India, State Bank of India, is an example of public sector bank. Second one, what would be private sector bank? If there is a bank in which the ownership of greater than 50% holds by a private entity. ഒരു പ്രൈവറ്റിനാണ് 50%-നേക്കാൾ കൂടുതൽ ഷെയർ അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ഉള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ സെക്ഷൻ ആയിട്ട് കാണൂടാ. ജസ്റ്റ് ഒരു ബ്രീഫ്. കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് എന്ന വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്താ?
സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഒരുമിച്ച് വന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? കോപ്പറേറ്റീവ് എന്ന് പറയും. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ പ്രത്യേകത, ആ കോപ്പറേറ്റീവ് ബാങ്ക്സിലെ മെമ്പേഴ്സ് എല്ലാം അതിന്റെ ഓണേഴ്സ് ആയിരിക്കും. എല്ലാവരും ആ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പെർസെൻറ്റേജ് ഷെയർ വാങ്ങും. എല്ലാവരും കൂടി കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് എന്ത്? ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ്. കൂടുതൽ നമ്മളിത് കണ്ടുപരിചയം റൂറൽ സൈഡിലും റീസെന്റ് ഡേയ്സിൽ അർബൻ ഏരിയയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇത് ഞാനിവിടെ സിമ്പിൾ ഡിഫൈൻ ചെയ്യുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഇത് ചെറുതായിട്ട് പറഞ്ഞ കാര്യം മനസ്സിലാവില്ല. ഇതിനൊക്കെ ഡിഫൈൻ ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ പാരാമീറ്റർ ഉപയോഗിച്ച ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം വരുന്നുണ്ട് കേട്ടോ. സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇതിന്റെ ഒപ്പം നമ്മൾ ഒരാളെയും കൂടി പഠിക്കും, ഈ റീജിയണൽ റൂറൽ ബാങ്കിനെ നിയന്ത്രിക്കുന്ന ഒരു കാറ്റഗറി നബാർഡ്. ഇത്രയും ടൈപ്പ് ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം കേട്ടോ. റീസെന്റ് ഡേയ്സിലാണെങ്കിൽ പിന്നെയും പുതിയ പുതിയ കാറ്റഗറി വരുന്നുണ്ട്. അത് നിങ്ങൾ കറന്റ് അഫയേഴ്സിൽ പഠിക്കണം. ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്, സിഡ്ബി, എക്സിം ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുപോലെ എക്സ്ട്രാ വരുന്നതൊക്കെ അത് എവിടെ കവേർഡ് ആയിട്ട് വരും? കറന്റ് അഫയേഴ്സിൽ കവേർഡ് ആയിട്ട് വരും. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിലുള്ള ബാങ്കുകളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പതുക്കെ ബാങ്കിങ് സ്ട്രക്ചറിലേക്ക് കിടക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് RBI. RBIനെ കുറിച്ച് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. നമ്മളൊരു RBIനെ കുറിച്ച് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് ഡേറ്റാസ്. RBI എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഡ്യൂറിങ് ബ്രിട്ടീഷ് ടൈംസിലാണ്. അപ്പൊ ബ്രിട്ടീഷ് ടൈംസിൽ ഇന്ത്യയിലെ മൊണറ്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബാങ്ക് വേണമെന്നൊരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇതൊക്കെ മോഡേൺ ഇന്ത്യയിൽ നിങ്ങൾ കാണൂട്ടെ ചിലപ്പോ. ദി ഹിൽട്ടൺ യങ് കമ്മീഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ക്രിയേഷൻ ഓഫ് എ ബാങ്ക് വിച്ച് ഡീൽസ് വിത്ത് ദി മോണറ്ററി ട്രാൻസ്മിഷൻ. അതേപോലെ തന്നെ ബ്രിട്ടനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ട്? ബ്രിട്ടനിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പല രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബ്രിട്ടനില് പൗണ്ട് ആണ്, അല്ലെങ്കിൽ പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ റുപ്പീസ് ആണ്. ഈ രണ്ട് കറൻസീസുകൾ തമ്മിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്കിങ് സ്ട്രക്ചർ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ വി എസ്റ്റാബ്ലിഷ്ഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 1st April 1935. What is the significance of 1st April? ബിഗിനിങ് ഓഫ് എ ഫൈനാൻഷ്യൽ ഇയർ കേട്ടോ. അതാണ് അതിന്റെ റീസൺ. ഒരു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ഏപ്രിലും എൻഡ് ചെയ്യുന്നത് March 31st. ഇനീഷ്യലി ഇതെന്താണ്? ഗവൺമെന്റ് ബാങ്ക് എന്നല്ല. ബ്രിട്ടീഷ് ടൈമില് ഇന്ത്യയിൽ നടന്നിരുന്ന പ്രത്യേകത എന്താണ്? ബ്രിട്ടനിലെ ഇൻവെസ്റ്റേഴ്സ് മാക്സിമം കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റ് എമൗണ്ടും മാക്സിമം അവർ ഡ്രെയിൻ ചെയ്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരും അല്ലെ. ഈ ഒരു സിമ്പിൾ റീസൺ കാരണമാണ് ഇനീഷ്യലി RBI വാസ് എ പ്രൈവറ്റ് ഓൺഡ് എൻറ്റിറ്റി. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നാഷണലൈസേഷൻ നടത്തിയിട്ടാണ്. സിൻസ് നാഷണലൈസേഷൻ ഇൻ 1949 Reserve Bank of India become Government of India. What is the difference between privatization and nationalization? ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യം. നാഷണലൈസേഷനില് ഓൾറെഡി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഷെയർ ഗവൺമെന്റ് വാങ്ങി അതിനെ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് നാഷണലൈസേഷൻ. അപ്പൊ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? പ്രൈവറ്റ് ബാങ്കിന്റെ ഷെയർ ഗവൺമെന്റ് വാങ്ങി അതിനെ ഗവൺമെന്റ് ബാങ്ക് ആക്കി മാറ്റുക. പ്രൈവറ്റൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞാലോ, നമ്മൾ ഇന്ന് കാണുന്ന LIC, ജനറൽ ഇൻഷുറൻസ്, ഇതെല്ലാം ഒരു കാലത്ത് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നാഷണലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൈവറ്റിന്റെ കീഴിലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഷെയർ ഗവൺമെന്റ് വാങ്ങി അതിനെ ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികളാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് പ്രൈവറ്റൈസേഷൻ. ബിഗാൻ ഇൻ 1991 വിത്ത് LPG റിഫോംസ്. എന്താണ് പ്രൈവറ്റൈസേഷൻ? ഓൾറെഡി ഗവൺമെന്റ് കമ്പനിയുടെ ഷെയർ പ്രൈവറ്റ് സെക്ടറിന് വിറ്റ്
ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റൈസേഷൻ. ഓക്കെ അല്ലേ? അപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഉള്ള ഒരു ബാങ്ക് ആയിട്ട് കൺവേർട്ട് ആയിട്ടുള്ളത് 1949 കേട്ടോ. ഇനീഷ്യലി ഇതൊന്നും ആവശ്യമില്ല. ഇനീഷ്യലി കൽക്കട്ടയിലായിരുന്നു, 1937 മുംബൈയിലേക്ക് മാറ്റി. ദാറ്റ്സ് നോട്ട് വെരി റെലവൻറ്റ്.